കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പുറത്താക്കപ്പെട്ട ശുചീകരണ തൊഴിലാളികൾ നിരാഹാര സമരത്തിലേക്ക്. 12 വർഷത്തിലധികമായി ശുചീകരണ പ്രവർത്തനം നടത്തി വന്നിരുന്ന തൊഴിലാളികളാണ് നിരാഹാര സമരത്തിനൊരുങ്ങുന്നത്. തങ്ങളുടെ തൊഴിലിന് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ അധികൃതരെ സമീപിച്ചപ്പോൾ അവരുടെ നിസ്സംഗത കണ്ട് അവിടെയുള്ള സാമ്പ്രദായിക ട്രേഡ് യൂണിയൻ നേതാക്കളെ കണ്ട് കാര്യം ബോധിപ്പിച്ചിട്ടും നടപടികളൊന്നും എടുക്കാത്തതിൻ്റെ പേരിൽ SDTU ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സമരപരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 7ഓളം വരുന്ന ശുചീകരണ തൊഴിലാളികളെ ശുചീകരണ ജോലിയിൽ നിന്നും തടഞ്ഞുവെക്കുകയും ഇനി മുതൽ ഇവരോട് ജോലിക്ക് ഹാജരാകേണ്ട എന്ന് പറയുകയും ചെയ്തുവെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഞാൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ കണ്ടീജന്റ് ജീവനക്കാരനാണ്. ഞങ്ങൾ അവിടെ 12 പേരുണ്ട്. 12 പേരിൽ ഒരാൾ ഓഫീസിലാണ്. ഞങ്ങളുടെ പ്രശ്നം അവിടെ സുരക്ഷിതമായിട്ടുള്ള സാധനങ്ങൾ, മറ്റുള്ള ഉപകരണങ്ങൾ ഞങ്ങൾക്ക് തരുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ സാറന്മാരോടും കൗൺസിലർമാരോടും വീണ്ടും വീണ്ടും പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരതൊന്നും ചെവി കൊണ്ടില്ല. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലവട്ടം മുനിസിപ്പൽ അധികൃതരുമായി തൊഴിലാളികൾ സംസാരിച്ചു. ഇവർ വിശ്വസിച്ചിരുന്ന, ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടു. എന്നിട്ടും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനക്കവും ഇല്ലാത്തതിന്റെ കാരണത്താൽ ഈ പറയുന്ന 7ഓളം തൊഴിലാളികൾ STTU എന്ന ട്രേഡ് യൂണിയനിലേക്ക് കടന്നു വരികയും ആ തൊഴിലാളിയുടെ STTUവിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയിൽ പോയി അവിടുത്തെ സെക്രട്ടറിയുമായി സംസാരിച്ചു. എങ്കിൽ പോലും അതിന് അനുകൂലമായിട്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിന് കാരണത്താൽ മറ്റൊരു ദിവസം മുനിസിപ്പാലിറ്റിയിലേക്ക് ചെറിയൊരു പ്രകടനവുമായി തൊഴിലാളികളും ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരും ചെന്നു. അവിടെ ചെന്ന് ഒരു അരമണിക്കൂറത്തെ സംസാരം കഴിഞ്ഞ് തൊഴിലാളികൾ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം ജോലിക്ക് ചെല്ലുമ്പോൾ മുനിസിപ്പൽ അധികാരികൾ പറയുന്നു, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ STTUവിന്റെ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു വളരെ ധാർഷ്ട്യത്തോടുകൂടി ഈ ആളുകളെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ ശബ്ദിക്കാൻ ഇന്ന് മറ്റു ട്രേഡ് യൂണിയനുകളോ മറ്റ് സംവിധാനങ്ങളോ ഈ രാജ്യത്ത് ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഉള്ളത്. ഇതിനെതിരെ ഈ വരുന്ന ഡിസംബർ 23-ാം തീയതി മുനിസിപ്പൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ തൊഴിലാളികൾ നിരാഹാര സമരം ആരംഭിക്കുകയാണ്. ചെയ്യാനുള്ള കാരണം തന്നെ വേറെ ഒന്നുമല്ല. എൻ്റെ അച്ഛൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 2013 ജോലിക്ക് കയറിയ ഒരാളാണ്. അച്ഛൻ 2021 വരെ അവിടെ ശുചീകരണ തൊഴിൽ ഏർപ്പെട്ട ഒരാളാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഡംപിങ് യാർഡിൽ വെച്ചാണ് എൻ്റെ അച്ഛൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു വണ്ടിയോ ആംബുലൻസോ ഒന്നും തന്നെ വിട്ടു തന്നിട്ടുണ്ടായില്ല. അന്ന് ഹരിതകർമ്മസേനയിലെ ഒരു ജോലിക്കാരുടെ ഓട്ടോയിൽ കയറ്റിയാണ് എൻ്റെ അച്ഛനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ വരെയും എൻ്റെ അച്ഛന് ജീവനുണ്ടായിരുന്നു. അവരൊരു വണ്ടി വിട്ടു തരാത്ത സിറ്റുവേഷനിൽ അരമണിക്കൂറോ 1/4 മിനിറ്റോളം അവിടെ വഴുകി, ഡംപിങ് യാർഡിൽ വെച്ച് തന്നെ വഴുകി. അതേ തുടർന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേക്കും ആളെ ചികിത്സയിലിരിക്കാൻ മരണപ്പെട്ടു. അതില് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, അച്ഛൻ്റെ കയ്യിലൊന്നും നഖമില്ല, കൈ മൊത്തം നീല കളറൊക്കെ ആയിട്ട് മാറിയിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എഫ്ഐആറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അച്ഛൻ കളമശ്ശേരി ഡംപിങ് യാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് അതേ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കെ മരണപ്പെട്ടു. ഈ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ സാർമാരോടും കൗൺസിലർമാരോടും ഞങ്ങളുടെ സേഫ്റ്റി വേണം, ഞങ്ങളുടെ ആവശ്യ സാധനങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് പറയുകയും ചെയ്തു. ഇതുവരെ ഞങ്ങൾക്ക് ഒരു സാധനങ്ങളും തന്നിട്ടില്ല. മാസ്കോ ഗ്ലൗസോ ബൂട്ടോ ഒന്നുമില്ല. ബൂട്ട് തരുന്ന 1 വർഷത്തിലൊരിക്കലാണ്. ഇന്ന് വരെ നമുക്ക് അങ്ങനെയുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പല കൗൺസിലർമാരോടും സാർമാരോടും പറയുകയും അതേ തുടർന്നാണ് ഈ STTU എന്ന യൂണിയൻ വന്നത്. ആ യൂണിയൻ വന്നതോടെ നമുക്ക് കിട്ടേണ്ടത് കുറച്ച് ഉപകരണങ്ങൾ കിട്ടിത്തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ പുറത്താണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഈ കണ്ടീന് തൊഴിലാളിയാണ്. ഞങ്ങൾ ഈ ഒരു 12 വർഷക്കാലമായി ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഇതുവരെയുള്ള ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല.
ഇവരിൽ ഒരാളുടെ പിതാവ് ഇതിനു മുമ്പ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു. അദ്ദേഹം ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീഴുകയും ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാതെ ജോലി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനേറ്റ അണുബാധയാണ് മരണകാരണമെന്ന് പറയുന്നതായും തൊഴിലാളികൾ പറഞ്ഞു. മരണം സംഭവിച്ച് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നഷ്ടപരിഹാരവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു. കളമശ്ശേരി മുനിസിപ്പാലിറ്റി അധികൃതർ തൊഴിലാളികളോട് കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ ഈ അവഗണനയ്ക്കെതിരെ നിയമ നടപടികളും ശക്തമായ സമരപരിപാടികളും ആരംഭിക്കുകയാണെന്ന് SDTU നേതൃത്വം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഡിസംബർ 23 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പുറത്താക്കപ്പെട്ട തൊഴിലാളികളോടൊപ്പം മുനിസിപ്പൽ ഓഫീസിന് മുൻവശം നിരാഹാര സമരം ആരംഭിക്കുകയാണെന്ന് SDTU ജില്ലാ പ്രസിഡന്റ് റഷീദ് എടേപ്പുറം അറിയിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.